പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ഷീൻ പാലക്കുഴിയച്ചൻ തൻ്റെ FB പേജിൽ പങ്കുവച്ച ഹൃദയഹാരിയായ ഈ കുറിപ്പ് ആരുടെയും കണ്ണുകളെ ഈറനണിയിക്കും. അഭിമന്യ ക്ലിമീസ് പിതാവ് വൈദിക വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളോട് പറഞ്ഞ ഒരു അനുഭവ കഥയാണ് നമ്മുടെയെല്ലാം ഹൃദയം വിങ്ങുന്ന ഈ കുറിപ്പിന് ആധാരം. പൗരോഹിത്യ വിളി പറഞ്ഞറിയിക്കാനാത്ത വലിയൊരു രഹസ്യമാണ്. ദൈവം തന്ന തൻ്റെ പൊന്നോമന മക്കളിൽ ഒരാളെ ദൈവത്തിനായി വിട്ടുകൊടുക്കുമ്പോൾ ഏതൊരു മാതാപിതാക്കളുടെയും ചങ്കൊന്ന് പിടയും. തിരുപ്പെട്ടദാന ശുശ്രൂഷയുടെ ആരംഭം മുതൽ നമുക്കത് കാണാം. അതുകൊണ്ട് തന്നെ ഏതൊരു വൈദികനും തൻ്റെ ജീവിത അവസാനം വരെയും കർത്താവിനോട് ചേർന്ന് കാൽവരി യാത്ര പൂർത്തിയാക്കണമെന്നാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ എല്ലാം ആഗ്രഹം. കേൾക്കാം ഷീനച്ചനെഴുതിയ കരളൊരുകും ആ സംഭവകഥ. സെമിനാരിയിടയ്ക്ക് വന്നപ്പോൾ ഭാവ തിരുമേനി വൈദിക വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളോട് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞു. 80കളിലാണ് പൗരോഹിത്യത്തിൻ്റെ ആദ്യ നാളുകളിൽ ബംഗളൂരുവിലെ ധർമാരാമിലേക്ക് ഉപരിപഠനത്തിനർത്ഥം അദ്ദേഹം അയക്കപ്പെട്ടു. അക്കാലത്ത് അവിടെയുള്ള മലങ്കര സഭാമക്കളുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തു. ധർമാരാമിന് തൊട്ടടുത്തുള്ള ഒരു സന്യാസ ഭവനത്തിൻ്റെ ചാപ്പലിലാണ് താൽക്കാലികമായി അവർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചിരുന്നത്. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന കഴിയുമ്പോൾ ഒരു അമ്മ അദ്ദേഹത്തെ കാണാൻ കാത്തു നിൽക്കുമത്രേ. പള്ളി പിരിഞ്ഞ് മിക്കവരും പോയി തിരക്കൊഴിയുമ്പോൾ അവർ അടുത്തു വരും. അച്ഛൻ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ, സാരമില്ല, പുതിയ കൂട്ടായ്മയല്ലേ, ഇവിടതൊന്നും ആരും അത്ര ശ്രദ്ധിച്ചെന്ന് വരില്ല. പിന്നെ നിറഞ്ഞ പുഞ്ചിരിയോടും വാത്സല്യത്തോടും കൂടെ പഴയൊരു പേഴ്സ് തുറന്ന് ഒരു 20 രൂപ എടുത്തു നീട്ടും. വിശന്നിരിക്കണ്ട, തിരിച്ചു പോകുമ്പോൾ മോൻ കാപ്പി കുടിച്ചിട്ട് പൊയ്ക്കോ. ആദ്യം അത് വാങ്ങാൻ മടിയായിരുന്നുവെങ്കിലും സ്വന്തം അമ്മയോടെന്ന പോലെ ഒരു സ്വാതന്ത്ര്യവും അടുപ്പവും തോന്നിയപ്പോൾ സ്നേഹമസൃണമായ ആ നിർബന്ധത്തിന് അദ്ദേഹം വഴങ്ങി. പിന്നീട് എല്ലാ ഞായറാഴ്ചകളും അത് ആവർത്തിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആളത്രയും ആ കരുതലിന് മാറ്റമുണ്ടായിട്ടില്ല. ആത്മീയ പിതാവായ ഒരു പുരോഹിതനോടുള്ള ബന്ധത്തിനുമപ്പുറം മാതൃ നിർവിശേഷമായ ആ സ്നേഹത്തിന് പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നു. അവരുടെ മകനും ഒരു പുരോഹിതനായിരുന്നു. പഠനമൊക്കെ പൂർത്തിയായപ്പോൾ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച ശേഷം ഒരിക്കൽ ആ അമ്മയെ ഒന്നുകൂടി കാണാൻ അദ്ദേഹത്തിനൊരു ആഗ്രഹം തോന്നി. കുറെ അന്വേഷിച്ചൊടുവിൽ കണ്ടപ്പോൾ ശാരീരികമായി ആളിത്തിരി അവശയായിരുന്നു. വാർദ്ധക്യം ചുളിവുകൾ വീഴ്ത്തിയ മുഖത്തേക്ക് പാറി വീണ നരകലർന്ന മുടിയിഴകൾ തെല്ലൊന്നൊതുക്കി അമ്മ ചിരിച്ചു. ക്ഷീണിച്ച മുഖം പുഞ്ചിരിയുടെ മൂടുപട മണിഞ്ഞിരുന്നുവെങ്കിലും അവരുടെ ഹൃദയത്തിനുള്ളിൽ എന്തോ ഒരു ദുഃഖം ഘനീഭവിച്ച് കിടക്കുന്നത് പോലെ തിരുമേനിക്ക് തോന്നി. കണ്ണുകളിൽ ചുവപ്പ് രാശി പടർത്തി ആ വ്യസനം തുള്ളിത്തുളുമ്പി നിന്നിരുന്നു. കാര്യം അന്വേഷിച്ച് അപ്പോഴേ അറിഞ്ഞു, അമ്മയുടെ മകൻ പൗരോഹിത്യം ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന സത്യം. അത് അവരെ വല്ലാതെ തളർത്തി കളഞ്ഞു. തിരുമേനി കുറേ നേരം അമ്മയുടെ അടുത്തിരുന്നു. സന്തോഷ വർത്തമാനങ്ങൾ പറഞ്ഞു, സ്നേഹം പങ്കുവെച്ചു. സ്വന്തം മകനെ തിരിച്ചു കിട്ടിയാൽ എന്ന പോലെ അവരുടെ ഹൃദയം ആനന്ദഭരിതമായി. പിരിയാൻ നേരത്തെ അമ്മ തൻ്റെ പതിവ് മറന്നില്ല. 20 രൂപ എടുത്ത് തിരുമേനിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. സമയം കിട്ടുമ്പോൾ കാപ്പി കുടിച്ചേക്കണം. ഭൂതകാലത്തിൽ നിന്ന് പൊടുന്നനവേ ചീന്തിയെടുത്ത സ്നേഹ അനുഭവത്തിൻ്റെ മധുര നൊമ്പരത്തിൽ തിരുമേനി സ്തബ്ധനായി. വാക്കുകൾ കിട്ടാതെ ഒരു തേങ്ങലിൽ ഗാഢമായൊരു ആശ്ലേഷത്തിൽ അമ്മയെ അദ്ദേഹം ചേർത്ത് പിടിച്ചു. മൂല്യം നിശ്ചയിക്കാനാവാത്തൊരു നോട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളം കയ്യിലിരുന്ന് വിറച്ചു. സഭാ ശുശ്രൂഷയിൽ ദൈവം തരുന്ന സ്നേഹ അനുഭവങ്ങളുടെ മുദ്രയും അടയാളവുമായി തിരുമേനി അത് ഹൃദയത്തിൽ സ്വീകരിച്ചു. അദ്ദേഹം അത് പറഞ്ഞു നിർത്തിയപ്പോൾ ഞങ്ങൾ പുരോഹിതരുടെ മാതാപിതാക്കളെക്കുറിച്ച് ഒരു പിടച്ചിൽ ഉള്ളിലുണ്ടായി. ദൈവവിളി ഒരു വലിയ രഹസ്യമാണ്. ദൈവം തന്നൊരു പൈതലിനെ ചങ്ക പിടച്ചാലും ചോര വാർന്നാലും മനസ്സൊരുക്കി ദൈവ ശുശ്രൂഷയ്ക്ക് മടക്കി കൊടുക്കുമ്പോൾ മക്കൾക്കൊപ്പം ദൈവവിളി സ്വീകരിക്കുന്നത് മാതാപിതാക്കളും കൂടിയാണ്. പാതി വഴിയിൽ കൈവിട്ട് കളയാതെ മക്കൾ ആ കുരിശുയാത്ര പൂർത്തിയാക്കണമെന്ന് മറ്റാരെയും കൂടുതലായി ആഗ്രഹിക്കുന്നത് അവരായിരിക്കുമല്ലോ. മക്കൾ താഴ്വരയിൽ പടപൊരുതുമ്പോൾ അവർ മലമുകളിൽ മുട്ടുകുത്തി കരങ്ങൾ വിരിക്കും. ആണിപ്പഴുതുകളിലേക്ക് മക്കളുടെ ജീവിതം വലിച്ചു നീട്ടപ്പെടുമ്പോൾ ഹൃദയത്തിൽ തറയുന്ന വാളിനാൽ അവർ മുറിവേൽക്കും. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും കണ്ണീരൊഴുക്കിയും അവർ സ്വയം ഉരുകി തീരും. മരണത്തോളം ഇല്ലാതാവും. സ്വന്തം ചോരയിൽ പിറന്നവൻ മാത്രമല്ല, എല്ലാ പുരോഹിതരും അവർക്ക് മക്കളാവും. ആർക്ക് വേണ്ടിയും ആ ഹൃദയങ്ങൾ പ്രാർത്ഥന ചുരുത്തും. സത്യത്തിൽ വിശുദ്ധരായ അവരെ പ്രതിയാണ് പോഴന്മാരായ ഞങ്ങളെ ദൈവം തിരഞ്ഞെടുത്തത്. മറ്റൊന്നുമല്ല, ഫെബ്രുവരി 13 വൈദികരാകുന്ന ഞങ്ങളുടെ 7 ശമ്മാശന്മാർ ഇതാ അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കൊപ്പം പ്രാർത്ഥനയിൽ നിങ്ങളും ഓർത്തേക്കണേ.